സോഷ്യൽ മീഡിയയിലെ മാധ്യമ സെൻസർഷിപ്പിൽ ഒന്നും അറിഞ്ഞില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി. വാർത്തകൾ നീക്കാൻ പോലീസോ സർക്കാരോ ഇടപെട്ടിട്ടില്ല. മാധ്യമങ്ങൾ പരാതി നൽകിയാൽ കൂടെ നിൽക്കുമെന്നും മുഖ്യമന്ത്രി. ഒരു തരത്തിലും ഒരു പോസ്റ്റിങ്ങും നീക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പറയുന്ന പോസ്റ്റിംഗ് നീക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനത്തും ഇവിടുത്തെ മാത്രം എടുത്തിട്ട് ഞാൻ മെറ്റയോട് പറഞ്ഞു, മെറ്റ അത് എനിക്കിട്ടായിരുന്നു. മെറ്റയോട് ഞാൻ പറഞ്ഞിട്ട് മെറ്റ നീക്കിയെന്ന് പറഞ്ഞു. എന്തൊരു വില കുറഞ്ഞ പ്രചരണമാണ് കേരളത്തിൽ നടത്തിയത് എനിക്കെതിരായിട്ടിരിക്കുന്ന പോസ്റ്റിൽ. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം അത് നീക്കം ചെയ്തതിനെതിരായിട്ട് നിങ്ങൾ ആരെങ്കിലും പരാതി കൊടുത്താൽ അതിൻ്റെ കൂടെ സർക്കാർ നിൽക്കാം. അങ്ങനെ ഏതെങ്കിലും സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? MDMA കേസിൽ ഉൾപ്പെട്ട പ്രതിയുമായി ബന്ധമെന്ന ആരോപണത്തിലും മുൻനിലപാട് ആവർത്തിക്കുന്നു. പ്രതിയുമായി പരിചയപ്പെട്ടത് നവകേരള സദസ്സിന് ശേഷം, ഞാൻ അങ്ങോട്ട് പരിചയപ്പെട്ടത് നവകേരള സദസ്സിന് ശേഷം. കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പലരും വന്നിട്ടുണ്ടാകുമെന്നും മുഖ്യമന്ത്രി. 2023 ഡിസംബർ മാസം 7 മുതൽ 10 വരെയാണ് എറണാകുളം ജില്ലയിൽ പര്യടനം നടത്തിയത്. അതിൽ 8-ാം തീയതിയാണ് ഈ പെരുമ്പാവൂരിലേക്ക് എത്തിയത്. പക്ഷേ 2021 മുതൽ തന്നെ താങ്കളും മുഹമ്മദ് സിംഗ് തമ്മിൽ കണ്ടതിന്റെ FB പോസ്റ്റുകളൊക്കെ ഉണ്ടാവുന്ന ഇഷ്ടംപോലെ ആളുകൾ നമ്മളെ വന്ന് കണ്ടു കാണുന്നേ. അതിനെന്താ കുഴപ്പം? എനിക്ക് അയാളെ പരിചയപ്പെട്ടത് അല്ലാതെ കുറേ നേരമല്ല പ്രസംഗിക്കുന്നത്. ഞാൻ അയാളെ പരിചയപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത്. എന്നെ വന്ന് കണ്ട് ഇഷ്ടംപോലെ ആളുകൾ ഫോട്ടോ എടുക്കുകയാണ്. അതൊക്കെ അന്ന് പറഞ്ഞ് തീർത്ത വിഷയങ്ങളാണ്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, സർക്കാരോ അല്ലെങ്കിൽ പോലീസോ മാധ്യമ സെൻസർഷിപ്പിൽ ഇടപെട്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ്. നിങ്ങളാണ്, അതായത് ആരാണോ അതിൽ ബുദ്ധിമുട്ടിലായിട്ടുള്ള കക്ഷികൾ, അവരാണ് പരാതി കൊടുക്കേണ്ടത്. അങ്ങനെ പരാതി കൊടുക്കുകയാണെങ്കിൽ സർക്കാർ ഒപ്പം നിൽക്കും എന്നും മുഖ്യമന്ത്രി വിശദമാക്കുന്നു. അതും അങ്ങനെയാണ്. സംസ്ഥാനത്ത് മാധ്യമ സെൻസർഷിപ്പ് ഇല്ല എന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി ഇവിടെ ആവർത്തിക്കുന്നത്. ഇപ്പോൾ വ്യാപകമായി സാമൂഹ്യ മാധ്യമത്തിൽ നിന്നും വാർത്തകൾ നീക്കം ചെയ്യുന്നത് അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം എന്ന വിമർശനം ഉയരുമ്പോൾ തന്നെ ആ കാര്യത്തിൽ സർക്കാർ ഇടപെടണമെന്ന ആവശ്യം കൂടി ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വാർത്തകൾ മാത്രം നീക്കം ചെയ്യുന്ന സംഭവത്തിൽ മുഖ്യമന്ത്രി കൂടി അതിൽ സംശയമുള്ളിലാകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നത് ആവർത്തിക്കുന്നു. മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ്. സമാനമായി തന്നെ സർക്കാരോ പോലീസോ ഇത് സംബന്ധിച്ച് ഒരു തരത്തിലും മെറ്റയുമായി ഒരു തരത്തിലും ആശയവിനിമയം നടത്തിയിട്ടില്ല. മെറ്റ ഈ കാര്യത്തിൽ ഒരു വിശദീകരണവും സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടില്ല എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായ പ്രചാരണം ഉണ്ടായിരുന്നു. ഇത് സാങ്കേതിക പിഴവാണെന്ന് മെറ്റ പോലീസിന് വിശദീകരണം നൽകിയെന്ന്. അങ്ങനെ ഒരു വിശദീകരണമോ അങ്ങനെ ഒരു വിശദീകരണം ചോദിക്കുകയോ പോലീസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സർക്കാർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിശദീകരണം സർക്കാരിന് മെറ്റയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെ അർത്ഥശങ്കയ്ക്കില്ലാതെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതുകൊണ്ട് അത് തെറ്റായ ഒരു പ്രചരണമാണ്, നുണപ്രചാരണമാണ് ഈ കാര്യത്തിൽ നടന്നത് എന്ന് ഇതോടുകൂടി വ്യക്തമായി. റിപ്പോർട്ടിന് ഇത് സംബന്ധിച്ച് മെറ്റ കൃത്യമായൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ലോക്കൽ ആയിട്ടുള്ള പ്രാദേശികമായുള്ള നിയമ സംവിധാനത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഇത് നീക്കം ചെയ്തത് എന്ന ഒരു മറുപടി മെറ്റയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുമ്പോൾ തന്നെ ആരാണ് ഇത് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയതെന്ന് ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി ഇനി വരേണ്ടതുണ്ട്. അതിൽ സർക്കാർ ഇടപെടുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല. കാരണം ഇത് വ്യാപകമായി ഇപ്പോൾ വാർത്ത നീക്കം ചെയ്യുമ്പോൾ ഇനിയും അത് തുടരുമെന്ന ആശങ്ക പൊതുവെയുണ്ട്. അത് ഒരു സ്വമേധയായുള്ള ഒരു ഇടപെടലാണെങ്കിൽ അതിനെതിരെ കൃത്യമായ ഒരു പ്രതികരണം സർക്കാരിൻ്റെ ഭാഗത്ത് അത് രേഖാമൂലം തന്നെ മെറ്റയ്ക്ക് പോകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇനി അത് വ്യാപകമാകുമ്പോൾ, ഇപ്പോൾ രാജ്യത്ത് വ്യാപകമായി ഇത്തരം ഇടപെടലുകൾ മെറ്റയുടെ ഭാഗത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ട് എന്ന വാർത്തകൾ കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് ആ ചോദ്യം ഉയർത്തിയതെങ്കിലും മുഖ്യമന്ത്രി ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.